കമൽ സർ, കമൽ ഹാസൻ എന്ന ഒരു എന്താ പറയേണ്ടത്, യെസ്, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അസാധ്യ എക്സ്പീരിയൻസ് ആട്ടോ. എനിക്ക് അതുപോലെ തന്നെ ലാലേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരോട് വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും ലെജൻസ് ആണ്. അതാണ് ദൃശ്യത്തിലായാലും അത് ഒരേ സബ്ജക്റ്റ്. അതെ അതെ അതെ, ഒരേ സബ്ജക്റ്റ്. അത് രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ലെവൽസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കമൽ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ കമൽ സാറിൻ്റെ കൂടെ ആദ്യം ഞാൻ അന്വേഷിച്ചത് വർക്ക് ചെയ്തിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ്. കാര്യം കേട്ടിരുന്നത് മുഴുവൻ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക, ഒരു ചെറിയ തെറ്റ് കണ്ടാൽ ഭയങ്കരമായിട്ട് രോഷാകുലനാവും. പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റായിട്ട് അത് കൃത്യം പഠിച്ചിട്ടേ പോകാവൂ. അത് ഇവരെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പഠിക്കാനും പറ്റില്ല, നോക്കാം എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്തൊക്കെ പോകാനൊക്കെ ആദ്യം. പിന്നെ ഞാനൊക്കെ വളർന്നു വരുന്ന ടീൻ ഏജിൽ എൻ്റെയൊക്കെ ഒരു ഭയങ്കര വലിയ ഹീറോ ആയിരുന്നു പുള്ളി കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. ലോറിക്കടിയിൽ തൂങ്ങിക്കിടക്കുക, മറ്റേ കുതിരപ്പുറത്ത് ചാടിക്കയറുക, കുതിരപ്പുറത്തും ചാടിക്കയറില്ലെങ്കിലും മതിൽ കുതിരയായിട്ട് സങ്കല്പിച്ച് ചാടിക്കയറും. അപ്പോൾ മുട്ടക്കൊരയും അങ്ങനെയൊക്കെയുള്ള, പിന്നെ മതിലിൻ്റെ മുകളിൽ നിന്ന് ഡൈവ് ചെയ്ത് ചാടുക, അപ്പോൾ വന്ന് നെഞ്ചൊക്കെ തല്ലി വീഴും, അങ്ങനെ കുറേയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ പരീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോണേ. കാര്യം പുള്ളി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര ഒരു ഹീറോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും അത് തന്നെയുണ്ട്, പുള്ളി എപ്പോഴും ഹീറോ അല്ല. സത്യം, എല്ലാവർക്കും ഇഷ്ടമുള്ള പുള്ളിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ലാലേട്ടൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു ഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഭയങ്കര രസമാണ്. ഈ മുൻധാരണകൾ വെച്ച് പാപനാശത്തിൽ ജോയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ഫലം? ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു അവിടെ. പുള്ളി 1-2 പ്രാവശ്യം അതെന്തിനാണ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് കൃത്യം വേണ്ട ആൻസർ നമ്മൾ പറയുന്നു. ഓക്കെ ഓക്കെ ഗുഡ് എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ പുള്ളി അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പകരം പുള്ളി എപ്പോഴും പുള്ളിയുടെ പഴയ കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുകയും അത് ആൾക്കാരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കക്ഷിയാണ്. കേരളത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പുള്ളി അതൊക്കെ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ, ഇന്ന സിനിമയിൽ ഇവിടെ വന്നപ്പോൾ, ഇന്ന സിനിമയിൽ അവിടെ പോയപ്പോൾ അതെങ്കിലും ഇൻസിഡൻ്റ് ആയിരുന്നു ഓർത്ത് വെച്ച് പറഞ്ഞ് നമ്മളെങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടേയിരിക്കും. ഭയങ്കര രസം. നമുക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ കൂടെ നിർത്തും. അത് ലാലേട്ടനും അങ്ങനെയാണ്, നമ്മളിങ്ങനെ കൂടെ നിർത്തും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ നമ്മളെത്തും. പുള്ളിയുടെ അടുത്ത് എന്ത് പറയാം, എന്തും തുറന്ന് സംസാരിക്കാം എന്നുള്ള സ്ഥലത്തെത്തും. അപ്പോൾ സജഷൻസൊക്കെ കൊണ്ട് എങ്ങോട്ട് പറയാം. പുള്ളി അത് ചില സമയത്ത് അങ്ങോട്ട് കേൾക്കും, ചില സമയത്ത് അല്ലല്ല അത് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും. പൊതുവേ ഞാൻ ഭയങ്കര രസിച്ച് സുഖിച്ച് ചെയ്തൊരു വർക്കാണ് പാപനാശം.